ഇപ്പോൾ കശ്മീരിൽ കുടുങ്ങിയിരിക്കുന്ന അബു താഹിർ നമ്മോടൊപ്പം ഉണ്ട്, മലയാളിയാണ്. പക്ഷെ അബു താഹിർ, താങ്കളിപ്പോ എവിടെയാണ് ഉള്ളത്? സുരക്ഷിതനാണോ? ഇപ്പൊ സുരക്ഷിതനാണ്. ഇപ്പൊ ശ്രീനഗറിലാണ് ഉള്ളത്. പഹൽഗാമിലാണോ ഉണ്ടായിരുന്നത്? ആ സമയത്ത് ആ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ ഞാൻ ഉണ്ടായിരുന്നു, പഹൽഗാമിൽ ഉണ്ടായിരുന്നു. തലേന്ന് അവിടെയായിരുന്നു സ്റ്റേ. പിന്നെ നമ്മളെ ഹോഴ്സ് റൈഡിങ് സവാരിയാണല്ലോ അവിടെ മെയിൻ ടൂറിസം പഹൽഗാമില്. അത് ഈ പറഞ്ഞ ഇൻസിഡന്റ് നടക്കുന്ന സ്ഥലത്തിലൂടെ ഞങ്ങള് ഹോഴ്സ് വഴി റൈഡ് നടത്തിയ ശേഷം അവിടുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ്, അവിടുന്ന് അരമണിക്കൂർ ഇറങ്ങിയ ശേഷമാണ് ഈ ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളത്. അവിടുന്ന് പഹൽഗാമിൽ തന്നെ ഉണ്ടായിരുന്നു ഈ വെടിവെപ്പ് നടക്കുമ്പോൾ. അതായത് ഇന്നലെ ഒരു 2:45 കൂടിയാണ് ആക്രമണം അവിടെ ഉണ്ടായത്. ആ സമയത്ത് പഹൽഗാം പരിസരത്ത് തന്നെ താങ്കൾ ഉണ്ടായിരുന്നു? പഹൽഗാമിന്റെ ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചിരിക്കുന്നു ഞങ്ങള്, തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഒരു അരമണിക്കൂർ മുന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത് അവിടുന്ന്. നിങ്ങൾ സംഘമായിട്ടാണോ പോയത്? കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാനും എന്റെ ഫാമിലി മാത്രം, എന്റെ വൈഫും 3 കുട്ടികളും മാത്രമായിട്ടാണ് പോന്നിട്ടുണ്ട്, ഈ ടൂറിന് പോന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ പഹൽഗാമിൽ നിന്ന് ശ്രീനഗറിലേക്ക് എത്തിയോ? എത്തി. ഇന്നലെ രാത്രി എത്തി ഞങ്ങള്. ഈ പരിചയമുള്ള ആരെങ്കിലും അവിടെ പരിക്കേറ്റവരായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വെടിയൊച്ചകളൊക്കെ കേട്ടിരുന്നോ? ഈ സംഭവം നടക്കുമ്പോൾ ഒരു വലിയ ആക്രമണമാണെന്ന് മനസ്സിലായിരുന്നോ? ഇല്ല, നമ്മൾ വെടിയൊച്ചകൾ കേട്ടിട്ടില്ല. പക്ഷെ ആ ഒരു നമ്മൾ നിലവിലെ പഹൽഗാമിലെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഹാപ്പി ഒരു ടൂറിസ്റ്റ് മൂഡായിരുന്നു മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഫുൾ ആംഡ് പോലീസും, പിന്നെ അതേപോലെ തന്നെ പോലീസും ആർമിയും, പിന്നെ അതേപോലെ ഒരുപാട് ആംബുലൻസുകളും, ആകെ ഒരു യുദ്ധം മൂഡായി പോയി മൊത്തത്തിൽ പഹൽഗാമിൽ. ആകെ അന്തരീക്ഷമൊക്കെ ആകെ മാറി, പിന്നെ കുറച്ച് ഭീതി പരത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുള്ളത്. അവിടെ എപ്പോഴാണ് പഹൽഗാമിൽ പോയത്? എപ്പോഴാണ്? ഞാൻ തലേന്ന് രാത്രി തന്നെ ഉണ്ടായിരുന്നു. അതായത് 21-ാം തീയതി രാത്രി പഹൽഗാമിൽ തന്നെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ രാവിലെ 9 മണിക്ക് ഹോഴ്സ് റൈഡ് തുടങ്ങി. ഈ പറഞ്ഞ പിന്നെ മിനി സ്വിറ്റ്സർലാൻഡ് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങള് ഈ നടക്കുന്നതിന്റെ ഏകദേശം ഒരു 1:30-1:45 സമയത്ത് ഞങ്ങൾ ഈ സൈറ്റിൽ ഞങ്ങൾ ഫാമിലി എല്ലാം വിസിറ്റ് ചെയ്ത് ഇറങ്ങി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് ഈ അന്തരീക്ഷം മാറലും ആളുകളും. ഈ പോയപ്പോ പെഹൽഗാമിലെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ എങ്ങനെയായിരുന്നു അബു താഹിർ? നമ്മളിപ്പോ കാശ്മീർ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് കേട്ടിട്ടുള്ളത് എപ്പോഴും സുരക്ഷാ സൈനികർ ചുറ്റുന്ന ഒരു വല്ലാത്ത പ്രദേശം എന്നുള്ള നിലയിലാണ്. അദ്ദേഹത്തിന്റെ ഫോൺ ഹോൾഡായി എന്ന് തോന്നുന്നു. എന്തായാലും അബു താഹിർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വളരെ കാമായ, വളരെ ക്വയറ്റായ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന മേഖലയാണ് ഈ ബൈസരൺ വാലി. വളരെ സമാധാനപൂർവ്വം ആളുകൾക്ക് ചെല്ലാനും കാണാനും അവിടുത്തെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായത്. അബു താഹിർ തുടരുന്നുണ്ട്. അബു താഹിർ, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പഹൽഗാമിലെയും ഈ ബൈസരൺ വാലിയിലെയും ഒക്കെ ഒരു അന്തരീക്ഷം എങ്ങനെയായിരുന്നു? വളരെ, അതായത് നമ്മളിപ്പോൾ കാശ്മീർ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ വലിയ സുരക്ഷാ സൈനികരും അതുപോലെയൊക്കെയുള്ള അങ്ങനെ ഒരു ചിത്രമാണ് നമുക്കുള്ളത്. അതുപോലെയായിരുന്നോ അതോ വളരെ ശാന്തമായ ഒരു പ്രദേശമായിരുന്നോ? അല്ല, വളരെ ശാന്തമായ പ്രദേശം. അതേപോലെ ഒരുപാട് ടൂറിസ്റ്റുകൾ, വളരെ സന്തോഷപരമായുള്ള ഒരു ഏരിയ ആയിരുന്നു ശരിക്കും പഹൽഗാം. നമ്മൾ അവിടെ എത്തിയ സമയത്തും നമ്മൾ ഈ സവാരികളൊക്കെ നടത്തിയ സമയത്ത് നമ്മൾ ഈ പോലീസും ആർമിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ റോഡുകളിലും ടൗണുകളിലൊക്കെ ഉള്ളൂ. ഈ പറഞ്ഞ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്ന ഈ ബൈസരൺ വാലി എന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും അങ്ങനെ പോലീസുകളുണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് തന്നെ അവരങ്ങനെ ഓവർ കൺട്രോൾഡൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതുവരെ അവിടെ നല്ല സമാധാന ഏരിയ ആയിരുന്നു ഇന്നലെ വരെ. പക്ഷെ ഇന്ന് അവിടുത്തെ ആ ഒരു ടോട്ടലി ചേഞ്ചാണ് പഹൽഗാം, ടോട്ടലി ചേഞ്ചാണ്.